ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോൺ വേരിയേഷൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ പ്രഗ്നൻസിയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മെനോപോസിന് അടുത്ത് 40 വയസ്സ് കഴിഞ്ഞ് മെനോപോസിന് അടുത്ത സ്ത്രീകളിലും സംഭവിക്കുന്ന ഹോർമോൺ വേരിയേഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിൽ ഏർലി ആയിട്ട് ഇത് കാണാറുണ്ട്. കാരണം കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ പിൽസ് തന്നെയാണ്. അതുപോലെ തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകളിലും ഈ ഡിസ്കോർട്ടേഷൻ കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൺ എക്സ്പോഷർ ആണ്. നമുക്കറിയാം സൂര്യപ്രകാശം കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട് ഏരിയയിൽ ടാനിങ് സംഭവിക്കും, ഒരു ഡാർക്ക്നെസ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മെലാനിൻ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ത്വക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയും അത് തന്നെ സംഭവിക്കും. കൂടുതൽ സൺ എക്സ്പോഷർ വരുമ്പോൾ കൂടുതൽ മെലാനിൻ പിഗ്മെന്റ് ഉത്പാദിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഹോർമോൺ വേരിയേഷൻസും ഈ സൺ എക്സ്പോഷറും കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് മെലാസ്മ എന്ന കണ്ടീഷനിലേക്ക് വരുന്നു.